നിർണായക നിയമനിർമ്മാണങ്ങളുടെ ഘട്ടം കൂടിയായിരുന്നു ഒന്നാം UPA സർക്കാർ എന്നതിൽ ആ സർക്കാരിനെ എതിർക്കുന്നവർക്കും തർക്കമുണ്ടാവില്ല. തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം അടക്കം വലിയ തോതിൽ ചർച്ചയായ നിയമനിർമ്മാണങ്ങളുടെ ഘട്ടം കൂടിയായിരുന്നു. ആ UPA സർക്കാർ ഇന്ത്യയിലെ മികച്ച സർക്കാരുകളിൽ ഒന്നായി അറിയപ്പെട്ടു. പക്ഷേ രണ്ടാം UPA സർക്കാരാണ് വിമർശനങ്ങൾ നേരിട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലേക്ക് ആ അഴിമതി ആരോപണങ്ങൾ മാറി. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ആ സർക്കാർ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് തുറന്ന വേദിയിൽ ഒരു തുറന്ന വേദിയിൽ അത് വലിച്ചു കീറി എറിയുന്നതിന് നിശബ്ദനായി സാക്ഷിയാകേണ്ടി വന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിക്ക്. അതൊക്കെ വലിയ തോതിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എഴുതിയ പുസ്തകങ്ങളിലും കുറിപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ബാരു എഴുതിയ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം ആ നിലയിൽ രാജ്യത്താകെ ചർച്ചയാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുൺ ജോസ് ചേരുന്നുണ്ട്. സരുൺ, ഇവിടെ നമ്മൾ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ, പ്രധാനമന്ത്രിയെ വിലയിരുത്തുമ്പോൾ ഒന്നിലധികം ഘടകങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ആ ഘട്ടത്തിലെ നിർണായക നിയമനിർമ്മാണങ്ങൾ, ഇടതു പാർട്ടികളുടെ സ്വാധീനം, ആണവ ബില്ലുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ, അദ്ദേഹം 90കളുടെ തുടക്കത്തിൽ ധനമന്ത്രി എന്ന നിലയിൽ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അതിനെ എതിർത്തവർക്ക് പോലും പിന്നീട് അതിൽ നിന്ന് അധികം വഴിമാറി നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് അതേ വഴിയിലൂടെ നമ്മൾ 2024 പോകുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ അതിനിടയിലാണ് സഞ്ജയ് ബാരു ഒക്കെ എഴുതിയതുപോലെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പരാമർശങ്ങൾ. ഒരു തരത്തിൽ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ ജീവിതം, ഒരു രാഷ്ട്രീയക്കാരനല്ലാതായിട്ടും മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നുറപ്പായും പറയാം, അല്ലേ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ മൻമോഹൻ സിംഗിന്റെ മീഡിയ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരുവിന്റെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിന്റെ തലക്കെട്ട്, അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും അതുപോലെ തന്നെ ഇടപെടലുമെല്ലാം എല്ലാം ഒരു യാദൃശ്ചികമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയുടെ കാലത്ത് ബീഹാറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ ലളിത് നാരായൺ മിശ്രയാണ് മൻമോഹൻ സിംഗിനെ ഈ വ്യവസായ വകുപ്പിൻ്റെ ഉപദേഷ്ടാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്നു മുതൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം മൻമോഹൻ സിംഗ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ. നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു. രാജ്യം സാമ്പത്തികമായി ഏറെ തളർച്ച നേരിട്ട സമയത്തായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയായത്. അക്കാലത്ത് നേരത്തെ പ്രണബ് മുഖർജിക്ക് കീഴിൽ പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്ന മൻമോഹൻ സിംഗ് ആണ് പിന്നീട് ധനമന്ത്രിയായത്. ആ സമയത്ത് പ്രണബ് മുഖർജി പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനായി മാറുന്ന ഒരു ആകസ്മികതയ്ക്ക് കൂടി അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഈ കാലത്ത് നരസിംഹറാവു മന്ത്രിസഭയുടെ തുടക്കകാലത്ത് തന്നെ 91 ജൂലൈ 24 അദ്ദേഹം രാജ്യത്തിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് രാജ്യത്ത് വലിയ വിവാദങ്ങളുണ്ടാക്കി. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ഈ 91 ജൂലൈയിലെ ഇടക്കാല ബജറ്റ് കാരണമായി എന്ന് വേണം കരുതാൻ. ഇതിനുശേഷം ഈ സമയത്തൊക്കെ തന്നെയും ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ മാറ്റമുണ്ടായി. ഇതെല്ലാം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതുമാണ്. പിന്നീട് 2004 അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. അതും വളരെ യാദൃശ്ചികമായാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു ഘട്ടത്തിൽ ഏവരും കരുതിയിരുന്നു. പക്ഷേ BJPയും അതുപോലെ തന്നെ അന്ന് ഈ കോൺഗ്രസിനൊപ്പം നിന്ന പല ഘടകകക്ഷികളും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സോണിയാഗാന്ധി തന്നെയാണ് താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. ഈ സമയത്തും കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങളുണ്ടായി. പക്ഷേ അതെല്ലാം ഈ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അതെല്ലാം അന്നത്തെ UPA സർക്കാർ തരണം ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് 2005 ആണ് മൻമോഹൻ സിംഗ് വലിയൊരു വെല്ലുവിളിയെ നേരിട്ടത്. അന്ന് സ്കോട്ട്ലൻഡിൽ G8 ഉച്ചകോടിയിൽ മൻമോഹൻ സിംഗ് പങ്കെടുക്കുമ്പോഴാണ് ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് W. ബുഷും മൻമോഹൻ സിംഗും തമ്മിൽ നടക്കുന്നത്. പിന്നീട് തൊട്ടടുത്ത മാസം ഈ വൈറ്റ് ഹൗസിൽ നടന്ന വിരുന്നിൽ അന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവന് നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ജോർജ് ബുഷ് അന്ന് മൻമോഹൻ സിംഗിന് നൽകിയത്. അന്ന് ഇന്ത്യക്കുള്ള ആദരം എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ ഈ വൈറ്റ് ഹൗസിൽ അത്താഴ വിരുന്നൊരുക്കിയാണ് ജോർജ് ബുഷ് സ്വീകരിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പറയാറ്, ജോർജ് ബുഷ് രാത്രി 9 മണിക്ക് കിടക്കാൻ പോകുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അന്ന് മൻമോഹൻ സിംഗിനുള്ള ആദരസൂചകമായി അദ്ദേഹം
ഈ അത്താഴ വിരുന്ന് ഒരുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും ചൂട് പിടിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. അന്ന് UPA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച ഇടത് പാർട്ടികളെല്ലാം തന്നെ അത് പിന്തുണ പിൻവലിക്കാൻ കാരണമായത് ഈ ആണവ കരാറിനെ തുടർന്നായിരുന്നു. പക്ഷേ ഈ സമയത്ത് സോണിയാഗാന്ധി ആണവ കരാറിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന് മൻമോഹൻ സിംഗിനോട് ചോദിച്ചു എന്ന് പിന്നീട് നീരജ ചൗധരി എഴുതിയ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നിലപാടിൽ നിന്നും പിന്മാറാൻ മൻമോഹൻ സിംഗ് തയ്യാറായില്ല എന്നാണ് പിന്നീട് ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ ഉറച്ച നിലപാടിൽ തുടർന്ന് സോണിയാഗാന്ധിക്ക് ആ നിലപാട് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ ഒന്നാം UPA സർക്കാരിൽ വലിയ പടലപ്പിണക്കങ്ങളുണ്ടായി. ഇടതു പാർട്ടികൾ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം വരെ എത്തി. പിന്നീട് സരൺ തുടരുക.